കണ്ണും യങ് മെൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 1 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പഴക്കഞ്ചെന്ന ക്ലബ്ബുകളിൽ പെട്ടൊരു സാംസ്കാരിക സ്ഥാപനമാണ് യങ് മെൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ക്ലബ്ബ് രൂപീകരിച്ച് 50 വർഷം പിന്നിടുകയാണ്. ഈ 50 വർഷം പിന്നിടുന്ന വേളയിൽ ഞങ്ങൾ വിപുലമായ പരിപാടികളോടെ മെയ് 1-2 തീയതികളിലായി സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുകയാണ്. മെയ് 1 വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കല്യാശ്ശേരിയുടെ ബഹുമാന്യനായ MLA ശ്രീ M. ബിജിൻ അവറുകളാണ്. തുടർന്ന് കവിയും പ്രഭാഷകനുമായ സോമൻ കടലൂർ സാംസ്കാരിക പ്രഭാഷണം നടത്തും. പ്രസ്തുത പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി സിനിമ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പങ്കെടുക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ രാത്രി 9 മണിക്ക് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ പ്രശസ്തമായ നാടകം മുച്ചീട്ടു കളിക്കാരന്റെ മകൾ അരങ്ങേറും. 2-ാം ദിവസം വൈകുന്നേരം 6:30 ക്ലബിന്റെ ആദ്യകാല പ്രവർത്തകരെ ഫോക്ലോർ അക്കാദമിയുടെ മുൻ സെക്രട്ടറി AK നമ്പ്യാർ ആദരിക്കുന്നു. ഈ പരിപാടിയിൽ വെച്ച് ശില്പകലയിൽ പോപ്പുലർ അവാർഡ് ജേതാവ് രവീന്ദ്രൻ PV ആദരിക്കുന്നു. തുടർന്ന് നമ്മുടെ പ്രദേശത്തെ ക്ലബിലെ കലാകാരന്മാർ അണിനിരക്കുന്ന 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. രാത്രി 9 മണിക്ക് ഗ്രാമ്യ നെടുവാലൂർ അവതരിപ്പിക്കുന്ന നാട്ടറിവ് പാട്ടുകൾ അരങ്ങേറുകയാണ്. ഈ 2 ദിവസത്തെ പരിപാടികൾ വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്തുത പരിപാടിയുടെ നല്ല രൂപത്തിലുള്ള പ്രചാരണത്തിന് വേണ്ടി കൂടിയാണ് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം കൂടി ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. ഇന്നലെ 1926 രൂപീകരിച്ച ഒരു സംഘടനയാണ് KMS. നിങ്ങൾക്കറിയാം, അതിൻ്റെ അവസ്ഥ കാരണം ഒരു സാംസ്കാരിക പരിപാടികൾ നടക്കാത്ത ഒരവസ്ഥയായിരുന്നു അന്ന്. ഞങ്ങൾ അഗ്നിരേഖ എന്ന് പറയുന്ന ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. ആ നാടകത്തിൽ കാണാൻ വേണ്ടി, കാരണം ആ നാടകത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തനം നടക്കാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നാടകം കാണാൻ വേണ്ടി നമ്മുടെ ജില്ലയുടെ, കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് ആൾക്കാർ എളുപ്പന്നൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ കയ്യെഴുത്ത് മാസികകൾ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കാലഘട്ടത്തിൽ നിന്നു. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ 50-ാം വാർഷികം ആഘോഷിക്കുകയാണ്. നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഒരു സോവനർ പറയാൻ പറ്റും, സപ്ലിമെന്റ് പുറത്തിട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ക്ലബിനെ കുറിച്ചുള്ള വിവരങ്ങൾ, പിന്നെ കണ്ണൂർ നാടിൻ്റെ ചരിത്രം ചെറിയ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണമേൽവലത്ത്, അതുപോലെ PR ബിയോടുള്ളവരുടെ കവിതകളുണ്ട്. അതിൽ ഒരു സാംസ്കാരിക ഒരു ചെറിയ ഒരു സപ്ലിമെന്റ് ആണെങ്കിലും നല്ലൊരു രീതിയിൽ അത് പുറത്തിറക്കാനുള്ള ഒരു ശ്രമത്തിൽ അതാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ സോമൻ കടലൂരാണ് ഇവിടെ പ്രധാന പ്രഭാഷണം നടത്തുന്നത്. സോമൻ കടലൂർ എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. അതോടുകൂടി ഒരു ചിത്രകാരനും കൂടിയാണ് സോമൻ കടലൂർ. അതുപോലെ നമ്മുടെ നമ്പ്യാറി VK നമ്പ്യാറി, അദ്ദേഹം ഫോക്ലോറിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു. നമ്മുടെ സാംസ്കാരിക ഒക്കെ നടത്തിയിരുന്ന ഒരു പ്രൊഫസറും, അതേപോലെ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു VK നമ്പ്യാറി. അയാളാണ് നമ്മുടെ പഴയകാലം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്ലബ്ബ് രൂപീകരിച്ച ആ സമയത്തുണ്ടായ ആൾക്കാർ. അവരൊക്കെ ഇന്നുണ്ട്. രണ്ടുപേരും മരിച്ചു പേരുണ്ട്. 2 പേർ മുതിർന്ന 2 പേര്. മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവരെ നാഗരികണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം
എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ സോമൻ കടലൂർ സാംസ്കാരിക പ്രഭാഷണം നടത്തും. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിശിഷ്ട അതിഥിയാവും. സപ്ലിമെൻ്റ് പ്രകാശനം സോമൻ കടലൂർ നിർവഹിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകരായ MK ഉദയൻ, C സുകുമാരൻ, TVKN കണ്ണോം, TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ പഴയങ്ങാടിയിൽ അറിയിച്ചു.